ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ ഇടാനൊക്കെ പഠിച്ചായിരുന്നല്ലേ. അതുപോലെ തന്നെ ലാസ്റ്റ് പേജിൽ പരസ്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തായിരുന്നു ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇൻഡെക്സ് പേജാണ്. നമ്മളൊക്കെ ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് ഇൻഡെക്സ് പേജ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് പേജ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ട്. അതിനകത്തേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ പോലെ കൊടുക്കാം. അപ്പോൾ കണ്ടൻറ്റ് ഒന്ന് കൊടുത്തിട്ട് അതിന് താഴെ ഇതിൽ എന്തൊക്കെയാണ്, ആ മാഗസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ആ കണ്ടൻറ്റുകളെല്ലാം ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഇമേജസും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടൻറ്റ് കൊടുത്തിട്ട് ഇമേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിതിൽ കോളംസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോളം എടുത്ത് കളയാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്ത് വെച്ചേക്കാം. കൺട്രോൾ L പ്രസ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ L പ്രസ് ചെയ്യുമ്പോൾ ലോക്കായി. കണ്ടോ? അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ Alt L പ്രസ് ചെയ്താൽ മതി. ഓക്കെ, സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കൺട്രോൾ L. ഓക്കെ, ഇനി നമുക്കതിനകത്തേക്ക് ഇമേജ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡിവിഷൻ ചെയ്യാം. ഇവിടെ ഏത് ഏരിയയിലേക്ക് കണ്ടൻറ്റ് വേണം, ഏത് ഏരിയയിലേക്ക് ഇമേജ് വേണം എന്നുള്ളത് റൂളേഴ്സ് വലിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ കാണുന്നതാണ് റൂളേഴ്സ്. കണ്ടോ? ഇപ്പോൾ റൂളേഴ്സ് നിങ്ങളിങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ R പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ റൂളേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കൺട്രോൾ R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂളേഴ്സ് ഹൈഡായി പോകും. ഓക്കെ, വീണ്ടും കൺട്രോൾ R അടിച്ചു കഴിഞ്ഞാൽ റൂളേഴ്സ് തെളിഞ്ഞു വരും. ഓക്കെ, ഇനി നമുക്ക് ഈ റൂളേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ട് പുറത്തേക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. കണ്ടോ? റൂളേഴ്സ് വന്നില്ലേ? മുകളിൽ നിന്ന് എടുക്കണമെങ്കിൽ മുകളിൽ നിന്ന് എടുക്കാം. ഓക്കെ, റൂളേഴ്സ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. അതിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, മൂവ് ചെയ്യണമെങ്കിൽ അതുപോലെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടൻറ്റും ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു 4 ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ബോക്സ് മാത്രം സ്ട്രോക്ക് വെച്ചിട്ട് ബോക്സ് മാത്രം വരച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമേജ് പ്ലേസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അതിൻ്റെ അകത്തേക്ക് തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു ബോക്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇമേജിനെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഡയറക്റ്റ് അതിൻ്റെ അകത്തേക്ക് വന്നില്ലേ? ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയാൽ മാത്രം മതി. അതുപോലെ അടുത്ത ബോക്സ് സെലക്ട് ചെയ്യുക. വീണ്ടും ഇമേജിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ഇമേജാണോ അവിടെ വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ച് വെക്കണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം ഇമേജ് പ്ലേസ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഇമേജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ എല്ലാ സ്ട്രോക്ക് എടുത്തിട്ട് ഡൺ കൊടുത്തേക്കാം. ഓക്കെ, ജസ്റ്റ് ഇമേജ് മാത്രമായി.
ഓക്കെ, ഇനി ആ ഇമേജിൽ നമുക്ക് ആ പേജ് നമ്പർ വേണമെങ്കിൽ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിന് എത്ര സൈസ് വേണമെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ ഓൾട്ട് പിടിച്ച് കോപ്പി ചെയ്തിട്ട് നമുക്ക് പേജിൻ്റെ നമ്പർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഏതൊക്കെ പേജാണെന്ന് ജസ്റ്റ് ഒരു ഓർമ്മ വേണം, ഇല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചാലും മതി. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അതുപോലെ പേജ് നമ്പർ ഇട്ടിട്ട് അതിൽ വരുന്ന കണ്ടന്റ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് താഴേക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത കണ്ടൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ബുള്ളറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് സ്പെഷ്യൽ ക്യാരക്ടറിൽ സിമ്പലിൽ ബുള്ളറ്റ് ക്യാരക്ടർ കൊടുക്കുക. ഓക്കെ, ഒരു ബുള്ളറ്റ് വന്നില്ലേ. അതുപോലെ വീണ്ടും താഴെ വേണമെങ്കിൽ അവിടെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ പേജിൻ്റെ നേരെ തന്നെ ഇങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു സ്റ്റൈലിൽ വേണമെങ്കിൽ താഴേക്കാക്കി കൊടുക്കാം. എന്നിട്ട് പേജിൻ്റെ സൈസ് വേണമെങ്കിൽ ഒന്ന് കൂട്ടാം. നമുക്ക് അതിനൊരു ഹെഡിങ് പോലെയാണ് കൊടുക്കേണ്ടതെങ്കിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് പോലെ ഏതെങ്കിലും ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഹെഡിങ് നമുക്ക് കുറച്ച് താഴേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ താഴത്തെ ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിലേക്ക് വരിക. ജസ്റ്റ് ഒന്ന് എമൗണ്ട് കൂട്ടി കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് താഴേക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ.